പണ്ട് പണ്ട് ദേവന്മാരും അസുരന്മാരും തമ്മിൽ വലിയ യുദ്ധങ്ങൾ നടന്നിരുന്ന കാലം. ഒരിക്കൽ ദുർവാസാവ് മഹർഷിയുടെ ശാപം കാരണം ദേവന്മാർക്കെല്ലാം തങ്ങളുടെ ശക്തിയും ഐശ്വര്യവും നഷ്ടപ്പെട്ടു. ഇതറിഞ്ഞ അസുരന്മാർ ദേവലോകം ആക്രമിച്ച് കീഴടക്കി. നിസ്സഹായരായ ദേവന്മാർ രക്ഷയ്ക്കായി മഹാവിഷ്ണുവിനെ ചെന്ന് കണ്ടു. ഭഗവാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അസുരന്മാരുമായി താൽക്കാലികമായി സന്ധി ചെയ്യുക. എല്ലാവരും ചേർന്ന് പാൽക്കടൽ മഥനം ചെയ്താൽ അമൃത് ലഭിക്കും. അത് കുടിച്ചാൽ നിങ്ങൾക്ക് നിത്യ യൗവനവും മരണമില്ലായ്മയും തിരികെ കിട്ടും. അങ്ങനെ ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാൽക്കടൽ കടയാൻ തീരുമാനിച്ചു. വലിയൊരു മത്തായി അവർ മന്ധര പർവ്വതത്തെ കൊണ്ടുവന്നു. പാമ്പുകളുടെ രാജാവായ വാസുകിയെ കയറാക്കി പർവ്വതത്തിന് ചുറ്റും ചുറ്റി. ഒരു വശത്ത് അസുരന്മാരും മറുഭാഗത്ത് ദേവന്മാരും നിന്ന് കടൽ കടയാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്നാണ് അപകടം സംഭവിച്ചത്. പാൽക്കടലിനടിയിൽ ഉറപ്പുള്ള ഒരു തറയില്ലാത്തതുകൊണ്ട് ഭാരമേറിയ മന്ധരപർവ്വതം സാവധാനം കടലിൻ്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോകാൻ തുടങ്ങി. പർവ്വതം താഴ്ന്നാൽ കടൽമഥനം നടക്കില്ല, അമൃതും കിട്ടില്ല. എല്ലാവരും ഭയന്നുപോയി. ആ നിമിഷം ഭഗവാൻ മഹാവിഷ്ണു അതിമനോഹരമായ ഒരു ഭീമൻ ആമയായി കൂർമ്മം അവതരിച്ചു. ഭഗവാൻ കടലിൻ്റെ ആഴങ്ങളിലേക്ക് നീന്തിച്ചെന്ന് താഴേക്ക് പതിക്കുന്ന ആ പർവ്വതത്തെ തൻ്റെ ഉറപ്പുള്ള പുറത്തു താങ്ങി നിർത്തി. പർവ്വതം ആമത്തോടിനു മുകളിൽ ഉറച്ചു നിന്നു. കടൽ മഥനം വീണ്ടും തുടരാൻ ഭഗവാൻ അവർക്ക് ശക്തി നൽകി. പർവ്വതം ചുഴലുമ്പോൾ തൻ്റെ പുറത്തനുഭവപ്പെട്ട തരിപ്പിനെ ഒരു സുഖകരമായ തടവലായിട്ടാണ് ഭഗവാൻ കരുതിയത് എന്ന് പുരാണങ്ങൾ പറയുന്നു. ഒടുവിൽ കടലിൽ നിന്ന് ഒന്നിനു പുറകെ ഒന്നായി അത്ഭുതങ്ങൾ പുറത്തു വന്നു. മഹാലക്ഷ്മി പ്രത്യക്ഷപ്പെട്ടു. ഐരാവതം, കാമധേനു തുടങ്ങിയ വിശിഷ്ട വസ്തുക്കളും പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഒടുവിൽ ധന്വന്തരി ഭഗവാൻ അമൃതുമായി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഭഗവാൻ പൂർണ്ണമായി പർവ്വതത്തെ താങ്ങി നിർത്തിയതുകൊണ്ടാണ് ലോകത്തിന് അമൃത് ലഭിച്ചതും ദേവന്മാർക്ക് അവരുടെ ശക്തി തിരികെ കിട്ടിയതും. ഇതാണ് ഭഗവാന്റെ ക്ഷമയുടെയും സഹനത്തിൻ്റെയും പ്രതീകമായ കൂർമാവതാര കഥ.